ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്റ്റിമേഷൻ പോയിൻ്റ് ഇൻ്റർവെൽ എസ്റ്റിമേഷൻ ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഇസ് ടു ഡ്രോ ഇൻഫറൻസസ് അബൌട്ട് പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ സാമ്പിൾ. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാമ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. Statistical estimation എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ബൈ വിച്ച് പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക് ആർ എസ്റ്റിമേറ്റഡ് ഫ്രം സാമ്പിൾ ഇൻഫർമേഷൻ. സാമ്പിൾ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ പോപ്പുലേഷൻ പാരാമീറ്റർ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ. സാമ്പിൾ ഡാറ്റ വെച്ചുകൊണ്ട് പോപ്പുലേഷൻ പാരാമീറ്റർ അല്ലെങ്കിൽ മ്യൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് എത്രയായിരിക്കും എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ. നമ്മൾ പറയാറുണ്ട് പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് ഒന്നുകിൽ പോപ്പുലേഷൻ മീൻ ആവാം, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവാം, പോപ്പുലേഷൻ വേരിയൻസ് ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അത് ട്രൂ വാല്യൂ ഓഫ് പാരാമീറ്റർ അത് നമ്മൾ സിംബോളിക്കലി നമുക്ക് പറയുകയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അൺനോൺ ആയിട്ടുള്ള ഈ പാരാമീറ്ററിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂവിനെ നമ്മൾ തീറ്റ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പറയാറ്. നമുക്ക് രണ്ട് ടൈപ്പ് എസ്റ്റിമേറ്റ് ആണുള്ളത്, പോയിൻ്റ് എസ്റ്റിമേറ്റും ഇൻ്റർവെൽ എസ്റ്റിമേറ്ററും. അപ്പോൾ അതിനകത്ത് ഈ പറയുന്നതിന് മുന്നേ എന്താണ് എസ്റ്റിമേറ്റർ, അതേപോലെ തന്നെ എന്താണ് എസ്റ്റിമേറ്റ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ a sample statistic that is used to estimate the population parameter. അതായത് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ സാമ്പിൾ മീൻ ആവാം, സാമ്പിൾ വേരിയൻസ് ആവാം, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവാം, അങ്ങനെ ഏതോ ആവാം. ദാറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് പോപ്പുലേഷൻ പാരാമീറ്റർ. പോപ്പുലേഷൻ പാരാമീറ്റർ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കാണോ നമ്മൾ യൂസ് ചെയ്തത് അതാണ് എസ്റ്റിമേറ്റർ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പോപ്പുലേഷൻ മീന് നമ്മൾ കണ്ടെത്താൻ വേണ്ടി അല്ലെ പോപ്പുലേഷൻ മീന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാമ്പിൾ മീന് ഉപയോഗിക്കുകയാണെങ്കിൽ സാമ്പിൾ മീനാണ് എസ്റ്റിമേറ്റർ. ഓക്കെ, എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക് അല്ലെ ഈ പറഞ്ഞ എസ്റ്റിമേറ്ററിൻ്റെ വാല്യൂ ആണ്. അതായത് നമ്മളിപ്പം എക്സ് ബാർ എന്ന് പറയുന്നതാണ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ എക്സ് ബാർ എത്രയാണ്, ഇപ്പം 70 അല്ലെങ്കിൽ 60 അല്ലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0.5 അങ്ങനെ ആ വാല്യൂ ആണ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എത്രയാണ്, ആ വാല്യൂവിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എന്നുള്ളത് പറയുന്നത്. സോ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് സാമ്പിൾ മീന്, നമ്മൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ പോപ്പുലേഷൻ മീന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാമ്പിൾ മീൻ എടുക്കുന്നു. ഈ സാമ്പിൾ മീനാണ് അല്ലെങ്കിൽ എക്സ് ബാർ എന്ന് പറയുന്ന ആ ടേം ആണ് എന്ത് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ സാമ്പിൾ മീൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റർ. അതിൻ്റെ ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ സാമ്പിൾ മീനിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. സോ ടു ഫൈൻഡ് ആൻ എസ്റ്റിമേറ്റ് വി സെലക്ട് എ സാമ്പിൾ ആൻഡ് കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് എസ്റ്റിമേറ്റർ ഫ്രം ദാറ്റ് സാമ്പിൾ. നമ്മൾ നമ്മുടെ എക്സ് ബാറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സാമ്പിൾ നമുക്ക് വേണം, അല്ലെങ്കിൽ നമുക്ക് കുറേ എക്സ് വാല്യൂസ് വേണം. ആൻഡ് വിൽ കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് എസ്റ്റിമേറ്റർ ഫ്രം ദാറ്റ് സാമ്പിൾ. ആ സാമ്പിളിൽ നിന്ന് നമ്മൾ എസ്റ്റിമേറ്ററിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു സാമ്പിൾ ഉണ്ടാവും എക്സ് വാല്യൂസ് ഉള്ള, അല്ലെങ്കിൽ നമുക്ക് സാമ്പിളിൻ്റെ വാല്യൂസ് ഉണ്ടാവും. അത് വെച്ചുകൊണ്ട് നമ്മൾ എസ്റ്റിമേറ്റർ അല്ലെങ്കിൽ നമ്മൾ സാമ്പിൾ മീന് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സാമ്പിൾ മീന് കണ്ടുപിടിക്കുന്ന ആ ഒരു ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ എക്സ് ബാറിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എസ്റ്റിമേറ്റ്. ഓക്കെ, സോ കമ്പ്യൂട്ടർ വാല്യൂ ആണ് എസ്റ്റിമേറ്ററിൻ്റെ വാല്യൂ ആണ് എന്ത് എസ്റ്റിമേറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യുവാണെങ്കിൽ സാമ്പിൾ മീനാണ് എസ്റ്റിമേറ്റർ. അതിൻ്റെ പെർട്ടിക്കുലർ വാല്യൂ, ആ സാമ്പിൾ മീനിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ് 70, 80 അല്ലെങ്കിൽ 10, 20 ആ വാല്യൂവിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പോപ്പുലേഷൻ മീന് പാരാമീറ്റർ ആണെന്ന് ഓർക്കുക. പോപ്പുലേഷൻ മീന് അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ വേരിയൻസ് ഇതെല്ലാം പാരാമീറ്റർ ആണ്.
അപ്പോൾ നമുക്ക് പോയിന്റ് എസ്റ്റിമേഷനിലേക്ക് പോവാം. അപ്പോൾ പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ സിംഗിൾ നമ്പർ ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ എസ്റ്റിമേറ്റ് ഓഫ് എ അൺനോൺ പോപ്പുലേഷൻ പാരാമീറ്റർ. അപ്പോൾ നമുക്ക് പോപ്പുലേഷൻ പാരാമീറ്റർ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യണം. പോപ്പുലേഷൻ പാരാമീറ്റർ നമുക്ക് അൺനോൺ ആണ്, നമുക്ക് അറിയത്തില്ല. അപ്പോൾ ആ പോപ്പുലേഷൻ പാരാമീറ്റർ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. അതായത് പോപ്പുലേഷൻ മ്യൂ ഈക്വൽ ടു 80. നമുക്ക് ആ വാല്യൂ ഒരു സിംഗിൾ നമ്പറിലേക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അതാണ് പോയിന്റ് എസ്റ്റിമേഷൻ. ഓക്കെ. Procedure is to select a random sample of observation, that is x1, x2, etc., xn from a population, and then use some method to arrive at theta, which we accept as an estimator of theta. സോ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, അതായത് ആ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് സാമ്പിൾ ഉണ്ടാവും. അതിനകത്ത് x1 x2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികളുടെ മാർക്ക്, ഒന്നാമത്തെ കുട്ടിയുടെ 10 കുട്ടികളുടെ മാർക്ക് എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കുട്ടിയുടെ മാർക്ക്, രണ്ടാമത്തെ കുട്ടിയുടെ മാർക്ക്, അങ്ങനെ ഒരു 10 വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ആ ഓരോ വാല്യൂസാണ് x1 x2 x3 അങ്ങനെ 10 x10 വരെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ എന്താ പറയുന്നത്, ഫ്രം എ പോപ്പുലേഷൻ, അതായത് ഒരു കോളേജിൽ നിന്നാണ് നമ്മൾ ഒരു 10 കുട്ടികളെ എടുത്തത്. അപ്പോൾ ആ 10 കുട്ടികളുടെ മാർക്കാണ് എന്ത്, ഈ സാമ്പിൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ യൂസ് സം മെത്തേഡ് ടു അറൈവ് അറ്റ് തീറ്റ ഹാറ്റ്. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ട് വിളിക്കുന്ന ഇങ്ങനെ തീറ്റ ഹാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എന്താണ്, നമ്മൾ ആ വാല്യൂവിനെയാണ് നമ്മൾ തീറ്റ ഹാറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ വാല്യൂ. ഓക്കെ. ആ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ എന്താണ് വാല്യൂ ആയിരിക്കും. ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 70 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ 65 അല്ലെങ്കിൽ 0.2 അങ്ങനെ ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് നമുക്ക് ഈ പോപ്പുലേഷൻ പാരാമീറ്റർ അല്ലെങ്കിൽ തീറ്റയുടെ വാല്യൂ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. If we suggest a mean of an random sample that is taken from population as an estimate of population mean. അപ്പോൾ ഇവിടെ നമ്മൾ പറയുവാണെങ്കിൽ പോപ്പുലേഷൻ മീൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾ മീൻ എടുക്കുന്നു. ഓക്കെ. അപ്പോൾ അവിടെ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അത് എസ്റ്റിമേറ്റർ ആണ്. അതിൻ്റെ ഒരു പെർട്ടിക്കുലർ വാല്യൂ, അതാണ് എസ്റ്റിമേറ്റ്. അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ഒരു പെർട്ടിക്കുലർ വാല്യൂ മാത്രമാണ് ഉള്ളതെങ്കിൽ അതാണ് പോയിന്റ് എസ്റ്റിമേറ്റർ. ഇനി ദ ബെസ്റ്റ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ എപ്പോഴാണ് നമുക്ക് ബെസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുക, ഈ 10 കുട്ടികളുടെ ഒരു കോളേജ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ആണെങ്കിൽ ആ പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നമ്മളൊരു 10 കുട്ടികളെ എടുക്കുന്നു. അവരുടെ മാർക്ക് എന്ന് പറയുന്നതാണ് സാമ്പിൾ മീൻ അല്ലേ. അപ്പോൾ ആ സാമ്പിൾ മീൻ എപ്പോഴാണ് നമുക്ക് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുക, ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ വാല്യൂ ദാറ്റ് ഷുഡ് ഫോൾ നിയറർ ടു ദ ട്രൂ വാല്യൂ ഓഫ് പാരാമീറ്റർ. പാരാമീറ്റർ വാല്യൂവിനോട് അടുത്ത് അല്ലെങ്കിൽ കോളേജിലെ കുട്ടികളുടെ ആവറേജ് മാർക്കിനോട് അടുത്ത് നമ്മളെ ഈ എന്താണ് 10 കുട്ടികളുടെ മാർക്ക് അല്ലെങ്കിൽ ആവറേജ് മാർക്ക് വരണം. അതായത് കോളേജിലെ കുട്ടികളുടെ മൊത്തം ആവറേജ് മാർക്ക് നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പം എത്രയാണ് 100ൽ 75 ആണ്, നമുക്ക് കിട്ടിയത് ഒരു 72 ആണെങ്കിൽ അപ്പം നമുക്ക് പറയാൻ പറ്റും നമ്മളെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എന്താണ്, പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ബെസ്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു എക്സാക്റ്റ് വാല്യൂ പോയിന്റ് എസ്റ്റിമേഷനിൽ നമുക്ക് പാരാമീറ്ററിൻ്റെ വാല്യൂ അല്ലെങ്കിൽ പോപ്പുലേഷൻ വാല്യൂ അല്ലെങ്കിൽ പോപ്പുലേഷൻ പാരാമീറ്ററിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മീനിൻ്റെ വാല്യൂ, പോപ്പുലേഷൻ മീനോ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ നമുക്കൊരു കറക്റ്റ് അല്ലെങ്കിൽ എക്സാക്റ്റ് വാല്യൂയിലേക്ക് നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ അത്തരത്തിൽ എന്താണ് എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിന്റ് എസ്റ്റിമേറ്റ്. നേരെ മറിച്ച് ഇൻ്റർവെൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ പാരാമീറ്ററിൻ്റെ വാല്യൂ, അതായത് മ്യൂവിൻ്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 2 വാല്യൂസ്, അതായത് മ്യൂവിൻ്റെ വാല്യൂ മ്യൂ ഇൻ ബിറ്റ്വീൻ 30 ആൻഡ് 40, 30നും 40നും ഇടയിലാണ് ഇവരുടെ മാർക്ക് എന്ന് പറയുവാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ നേരത്തെ പോലെ പറയാൻ പറ്റുന്നില്ല, 30നും 40നും ഇടയിലാണ് ആ വാല്യൂ എന്ന് പറയുന്നതാണ് എന്ത്, പോപ്പുലേഷൻ പാരാമീറ്ററിൻ്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ സം റേഞ്ച് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂവിന് ഇടയിലാണ്, അതാണ് ഇൻ്റർവെൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ദ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ ബൈ എ റാൻഡം ഇൻ്റർവൽ കോൾഡ് കോൺഫിഡൻസ് ഇൻ്റർവൽ, അത് നമ്മൾ വിളിക്കുന്നത് അതിനെ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്നുള്ളതാണ്.
എന്നിട്ട് ലോവർ ലിമിറ്റും ഉണ്ടാവും, ഒരു അപ്പർ ലിമിറ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയുവാണ് നമ്മൾ ആവറേജ് ഇൻകം ദാറ്റ് ഈസ് വി വിൽ ഇഫ് വി എസ്റ്റിമേറ്റ് ദ ആവറേജ് ഇൻകം ഓഫ് ദ പീപ്പിൾ ലിവിങ് ഇൻ എ വില്ലേജ് ആസ് $8,875 ആസ് എ പോയിന്റ് എസ്റ്റിമേറ്റ്. നമ്മൾ ഒരു വില്ലേജിലെ ആവറേജ് ഇൻകം, ആൾക്കാരുടെ ആവറേജ് ഇൻകം നമ്മൾ പറയുവാണ് $8,875. അത് നമ്മൾ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ എക്സാക്റ്റ് വാല്യൂ പറയുന്നു, അതാണ് പോയിന്റ് എസ്റ്റിമേറ്റ്. ഇനി നമ്മൾ പറയുവാണ് ഇതേ വില്ലേജിലെ ആവറേജ് ഇൻകം നമ്മൾ പറയുവാണ് ഇൻ ബിറ്റ്വീൻ 8,000 ആൻഡ് 9,500. 8,000-നും 9,500-നും ഇടയിലാണ് നമ്മൾ ആവറേജ് ഇൻകം, ഈ വില്ലേജിലെ ആവറേജ് ഇൻകം എന്ന് പറയുവാണെങ്കിൽ അതാണ് ഇൻ്റർവെൽ എസ്റ്റിമേറ്റ്. ഓക്കെ, താങ്ക് യു.